നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി. നമ്മുടെ ജേർണലിംഗ് ആരംഭിച്ചോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ ഒരു അദൃശ്യ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ജീവിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സങ്കീർണമായ ആൽഗോരിതങ്ങളുടെയൊക്കെ കാലത്താണല്ലേ. അപ്പോൾ ഇവിടെ വിജയത്തിനായിട്ട് നമ്മൾ വില കൂടിയ സോഫ്റ്റ്വെയറുകളും സംവിധാനങ്ങളൊക്കെ തേടി പോകുന്നുണ്ട്. എന്നാൽ സമ്പത്തിനും സന്തോഷത്തിനുമായി ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായൊരു ഉപകരണം നിങ്ങളുടെ മേശപ്പുറത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ വലിയ സമ്പത്തുകൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ധാരണയിൽ വരുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. വലിയ രഹസ്യമാണ്, എന്നാൽ ഈ സാധനത്തെ നമ്മളെല്ലാവരും അറിയും. ഈ സാധനമാണ്, ഇത് ടെക്നോളജി അല്ല, മറിച്ച് വ്യക്തതയുടെ രഹസ്യം. ഒരു പേനയും പേപ്പറും. ഒരു പേനയും പേപ്പറിനെയും ഞാൻ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണി മേക്കേഴ്സ്, സമ്പത്തിൻ്റെ സൃഷ്ടാക്കൾ എന്നാണ്. കാരണം അദൃശ്യമായതിനെ ദൃശ്യമാക്കാനുള്ള ആദ്യ പടിയാണ് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അത് എഴുതി വയ്ക്കുകയും ചെയ്യുന്നത്. അത് എഴുതി വെക്കാനുള്ള ഏക സാധനം പേനയല്ലേ? ഇന്ന് നമ്മൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇതൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല കേട്ടോ, മറിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന് തിരക്കഥ എഴുതുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് വരുമ്പോൾ അത് ഏറ്റവും ഭംഗിയാവണം നമ്മുടെ ആഗ്രഹമുണ്ടല്ലേ? ആ കഥ നിങ്ങൾ തന്നെ എഴുതാൻ പോവാണ്. നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, ഉപബോധ മനസ്സിനെ എങ്ങനെ ആജ്ഞാപിക്കാം എന്ന് നമുക്ക് പഠിക്കാം. അതാണ് വർത്തമാന കാലത്തിൻ്റെ ശാസ്ത്രം. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും കുറേ പ്രതിജ്ഞ എടുക്കും അല്ലേ? ഡിസംബർ 31 എടുക്കും, ഇന്നെടുക്കും, ഈ മാർച്ച് 31, ഏപ്രിൽ 1 ക്ലോസിങ് കഴിഞ്ഞ് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ പുതുവർഷം പല തീരുമാനങ്ങളെടുക്കും. അവർ പറയുന്നത് ഞാൻ തടി കുറയ്ക്കും, അല്ലെങ്കിൽ എനിക്ക് പണക്കാരനാകണമെന്നൊക്കെയാണ്. നമുക്കിതിൻ്റെ ശാസ്ത്രം നോക്കാം. ഇവരൊരിക്കലും ഇതാവൂല. അതിന് കാരണം എന്താണെന്ന് പറയട്ടെ. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണെന്നും അതിന് ഒരു ഭാഷ മാത്രമേ മനസ്സിലാകൂ എന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം. ഒരാൾ പറയുകയാണ്, ഇന്ന് പറയുകയാണ്, ഞാൻ 10 ലക്ഷം രൂപ സമ്പാദിക്കും, ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനെ ഭാവിയിലേക്ക് മാറ്റിവെക്കും. ആ ഭാവി ഒരിക്കലും വരികയുമില്ല. ചില കടകളിൽ ചെല്ലുമ്പോൾ അവിടെ കാണും, ഇന്ന് രൊക്കം നാളെ കടം. നാളെ ചെന്നാലോ അതേ പ്രോസസ്സ്. അതേപോലെ തന്നെയാണ് നാളെയെ സംബന്ധിച്ച് നാളെ വർത്തമാനകാലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് ഭാവിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. നിങ്ങൾ എത്ര ഓടിയാലും എന്നും ഭാവിയിൽ നിൽക്കും നിങ്ങളുടെ പ്രതീക്ഷകൾ. ഈ ചില കഴുതകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വടി കെട്ടിയിട്ട് പ്ലാവല തൂക്കിയിട്ടേക്കും. കഴുത എന്നും ഓരോ സ്റ്റെപ്പ് വെക്കും, പക്ഷെ എന്നും ഇത് ഭാവിയിലായി പോകും. നിങ്ങളുടെ മസ്തിഷ്കത്തെ ഉണർത്താൻ ലക്ഷ്യങ്ങൾ ഇതിനകം തന്നെ നടന്ന വസ്തുതയാണെന്ന രീതിയിൽ വേണം എഴുതാൻ. നിങ്ങളിനി ആഗ്രഹിക്കുകയല്ല, മറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ റിപ്പോർട്ടിങ് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം കേട്ടോ. എനിക്ക് ഈ വർഷം 10 ലക്ഷം രൂപ സമ്പാദിക്കണം, അല്ലെങ്കിൽ ഇന്ന് ഏപ്രിൽ ഫുൾ കൂടിയാണല്ലേ, ഇന്ന് നിങ്ങളൊരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് 1 കോടി രൂപ സമ്പാദിക്കണം. നിങ്ങൾ പറയുകയാണ്, എനിക്ക് ഈ വർഷം 1 കോടി രൂപ സമ്പാദിക്കണം. ഇനി 1 കോടി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതിന് 10 ലക്ഷം രൂപ നമുക്ക് ചുരുങ്ങിയ തലത്തിൽ നോക്കാം. നടക്കില്ല, അത് ഏപ്രിൽ ഫുള്ളായി പോകും. അതെങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഗോൾ ഏപ്രിൽ ഫുൾ ആവുന്നത്? നിങ്ങൾ സമ്പാദിക്കണം എന്ന് എഴുതുമ്പോൾ അത് ഇപ്പോഴില്ല എന്ന് ഉറപ്പായല്ലോ, ഭാവിയിലേക്ക് പോയി. ഭാവി വരില്ല. പകരം എങ്ങനെ എഴുതാം, ശരിയായിട്ട് എങ്ങനെ എഴുതാം? പേന പേപ്പർ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പ്രതിവർഷം 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. പ്രസന്റ് ടെൻസ് ആയി. ഇനി മറ്റൊരു തെറ്റ് നോക്കാം.
ഞാനൊരു പുതിയ വീട് വാങ്ങും. ഭാവിയിലാണ്, നടക്കില്ല. ഞാൻ മനോഹരമായൊരു വീട്ടിൽ താമസിക്കുന്നു. പ്രസന്റ് ടെൻസ്. മനസ്സിന് എന്ത് വിഭാവനം ചെയ്യാനും വിശ്വസിക്കാനും കഴിയുമോ അത് നേടിയെടുക്കാനും കഴിയും. ഇപ്പൊ നിങ്ങൾ മനസ്സിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഉപബോധ മനസ്സിന് കാലഭേദങ്ങളില്ല. നാളെ നിങ്ങൾ ശരിക്കുള്ള വീട്ടിൽ താമസിച്ചോളൂ. ആദ്യം മനസ്സിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കുന്നു എന്ന രീതിയിൽ പ്രസന്റ് ടെൻസിൽ അതിനെ എഴുതി വെക്കണം. മറ്റൊരു കാര്യം നോക്കാം, കാരണം നമുക്ക് ലക്ഷ്യം നേടണമല്ലോ. അതാണ് കോഗ്നിറ്റീവ് ഗ്യാപ്പ്, വൈജ്ഞാനിക വിടവ്. ഈ വിടവ് നികത്തൽ മാനിഫെസ്റ്റേഷനിലേക്കുള്ളൊരു വഴിയാണ്. ഞാനൊരു കോടീശ്വരനാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ, കണ്ടോ, പ്രസന്റ് ടെൻസിൽ എഴുതുകയാണ്, ഞാനൊരു കോടീശ്വരനാണ് നിങ്ങൾ എഴുതി. നിങ്ങളുടെ ബോധ മനസ്സ് അപ്പോൾ പറഞ്ഞേക്കാം, അല്ല, നിന്റെ ബാങ്ക് അക്കൗണ്ട് നോക്കൂ, അവിടെ ഒന്നുമില്ല, മിനിമം ബാലൻസ് ഇല്ലാത്തതിന് നീ കഴിഞ്ഞ മാസം പലിശ കൊടുത്തില്ലേ എന്നൊക്കെ ബോധ മനസ്സ് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയും. പണ്ടൊരു ഭരണം മാറിയപ്പോൾ ഒരു MLA പറഞ്ഞതുപോലെ ഖജനാവിൽ പട്ടി പെറ്റി കിടക്കുന്നത് പോലെ എന്ന് നിങ്ങളുടെ ബോധ മനസ്സ് ചിലപ്പോൾ നിങ്ങൾ കടത്തിലാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ കോടീശ്വരനാണ് എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങളോട് മന്ത്രിക്കാൻ തുടങ്ങും. എന്നാൽ ശ്രദ്ധിച്ചോണേ, ഉപബോധ മനസ്സ് തർക്കിക്കില്ല, അത് ആജ്ഞയെ സ്വീകരിക്കും. ഇതിന് മനഃശാസ്ത്രജ്ഞർ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കും. നിങ്ങൾ സത്യമെന്ന് പറയുന്നതും, ശ്രദ്ധിച്ചോണേ, നിങ്ങൾ സത്യമെന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ വലിയൊരു വിടവുണ്ടെന്ന് നിങ്ങളുടെ മസ്തിഷ്കം പെട്ടെന്ന് തിരിച്ചറിയും. എന്നാൽ നിങ്ങളുടെ തലച്ചോറിന് ഈ വിടവിനെ ഇഷ്ടമല്ല. അത് ഈ വിടവ് പരിഹരിക്കാനായി ദിവസം 24 മണിക്കൂറും പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും നിങ്ങളുടെ എഴുതിയ വാക്കുകളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ആശയങ്ങൾക്കും ആളുകൾക്കും അവസരങ്ങൾക്കുമായി നിങ്ങളുടെ ഉപബോധ മനസ്സ് ലോകം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കും. നാളെയെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവുകൾക്കുള്ള ഏക തടസ്സം ഇന്നത്തെ നമ്മുടെ സംശയങ്ങളായിരിക്കും. അതുകൊണ്ട് ഇതിനെ മാറ്റിമറിക്കാനായി നമുക്കൊരു എക്സസൈസ് ചെയ്യാം. പേനയും പേപ്പറും ഒരു അത്ഭുത വസ്തുക്കളാണ്, നിങ്ങളിപ്പോൾ ബോധ്യപ്പെടാൻ പോകണം കേട്ടോ. അതിൻ്റെ സയൻസാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ റിയാലിറ്റിയിലെ ഗ്യാപ്പിനെ പരിഹരിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ പണിയെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളെയോ അവസരങ്ങളെയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. ഒരു പ്രാക്ടീസ് ഒരുമിച്ച് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ സമ്പത്തിൻ്റെ സൃഷ്ടാവിനെ, അതാരാ, നിങ്ങളുടെ കയ്യിലുള്ള പേനയും പേപ്പറും അതിനെ പുറത്തെടുക്കും. ഞാൻ ഈ പറയുന്ന കാര്യത്തെ നിങ്ങൾ വളരെ ആലോചിച്ചെഴുതണം കേട്ടോ. അടുത്ത 12 മാസത്തിനുള്ളിൽ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, അടുത്ത 12 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന 10 ലക്ഷ്യങ്ങൾ എഴുതുക. എന്നാൽ എഴുതുമ്പോൾ നിയമങ്ങൾ ഓർക്കണം. 1, പോസിറ്റീവായിരിക്കുക. ഞാൻ ആണ് അല്ലെങ്കിൽ എനിക്കുണ്ട് എന്ന പദം പ്രയോഗിക്കുക. ഞാൻ ചെയ്യില്ല, എനിക്കില്ല എന്നൊന്നും ഉപയോഗിക്കരുത്. വർത്തമാന കാലത്തിൽ എഴുതണം. പൂർത്തിയായ ഒരു ഫലമായിട്ട് എഴുതുക. വ്യക്തിപരമായിട്ട് എഴുതുക. എപ്പോഴും ഞാൻ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരാം. ഈ ക്ലോക്കിൽ 10 മിനിറ്റ് ടൈമർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൈയോടെ എഴുതൂ. 10 minutes.
T minus 9 minutes. T minus 8 minutes. T minus 7 minutes. T minus 6 minutes. T minus 5 minutes.
T minus 4 minutes. T minus 3 minutes. T minus 2 minutes. T minus 1 minute. T minus 50 seconds. T minus 40 seconds. T minus 30 seconds. T minus 20 seconds. Ten, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്, ഗ്രേറ്റ്, ഹാറ്റ്സ് ഓഫ് യു. നിങ്ങളുടെ ലക്ഷ്യത്തെ ലോകത്തെ 90% ആൾക്കാർക്കും എഴുതി വയ്ക്കപ്പെട്ട വ്യക്തമായ ലക്ഷ്യങ്ങളില്ല. 90 അല്ല, കൃത്യം പറഞ്ഞാൽ 97% ആൾക്കാർക്കും. 3% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ആ കാറ്റഗറിയിലേക്ക് ഇതാ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇനി നോക്കൂ, നിങ്ങളോട് തന്നെ ഒരു വലിയ ചോദ്യം ചോദിക്കൂ. ഏറ്റവും വലിയ ചോദ്യം, എൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക വടി ഉണ്ടാവുകയും ഈ ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു ലക്ഷ്യം 24 മണിക്കൂറിനുള്ളിൽ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്താൽ ഏത് ലക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവ് മാറ്റമുണ്ടാക്കുക? ഈ ചോദ്യം ആ ലിസ്റ്റിൽ നോക്കി ചോദിക്കൂ. ആ 10 കൂടി നിങ്ങൾ ചിന്തിച്ചു പോകും. ആ ലക്ഷ്യമില്ലേ, ആ ഒരെണ്ണം ആ ലക്ഷ്യത്തിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുക. അതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം. മേജർ ഡെഫിനറ്റ് പർപ്പസ്. ഇതാണ് നിങ്ങളുടെ ദൗത്യം.
നിങ്ങൾക്ക് സന്തോഷമായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതും ഊർജത്തെ മോചിപ്പിക്കുന്നതും പ്രതീക്ഷകളെ ഉത്തേജിപ്പിക്കുന്നതുമായ ഈ ഒരു ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. 24 മണിക്കൂറാണല്ലേ നമുക്കുള്ളത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കൽ എഴുതുന്നത് ഒരു തുടക്കം മാത്രമാണ്. എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ അവ എഴുതുന്നത് ഒരു പരിവർത്തനമാണ്. തലേ ദിവസം നിങ്ങൾ നോക്കരുത്. ഞാൻ ഇന്നലെ ജേണലിൽ പറഞ്ഞില്ലേ, കഴിഞ്ഞ എഡിഷനിൽ ആ ജേണലിലേക്ക് നിങ്ങൾ ആ ലിസ്റ്റ് നോക്കാതെ തന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഈ ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും എഴുതാൻ ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഇത് ലക്ഷ്യങ്ങളെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്നു. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിൽ പുതിയ ആശയങ്ങൾ മിന്നിമറയുന്നത് കാണാം. കുളിക്കുമ്പോഴായിരിക്കും ബിസിനസ്സിലെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ യാത്രക്കിടയിൽ കാണുന്ന ഒരു ബോർഡ് നിങ്ങൾക്ക് പുതിയൊരു മാർക്കറ്റിംഗ് ഐഡിയ നൽകിയേക്കാം. ഇതൊന്നും യാദൃശ്ചികമല്ല. വിടവ് നികത്താൻ നിങ്ങളുടെ തലച്ചോറ് 24x7 പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണത്. ലക്ഷ്യങ്ങളും നേട്ടങ്ങളും തമ്മിലുള്ള പാലമാണ് അച്ചടക്കം. നിങ്ങളുടെ ഈ കയ്യിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഉപകരണം പേനയും പേപ്പറും. ഇതിന് ആയിരക്കണക്കിന് രൂപ ചെലവില്ല. വെറുമൊരു പേനയും കടലാസും മാത്രം. പക്ഷെ ചോദ്യം ഇതാണ്, നിങ്ങളത് ഉപയോഗിക്കുമോ? അതോ മിക്ക ആളുകളും ഈ വീഡിയോ കാണും, പക്ഷേ ഒന്നും ചെയ്യില്ല. അവർ വെറുതെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും ഇരിക്കും. എന്നാൽ നിങ്ങൾ വ്യത്യസ്തനാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാവിയിലെ വസ്തുതകളുടെ റിപ്പോർട്ടറാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക. അവ വർത്തമാനകാലത്തിൽ എഴുതുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ തലച്ചോറിനോട് പറയുക. പ്രപഞ്ചം അത് യാഥാർത്ഥ്യമാക്കാൻ എങ്ങനെ ഒത്തുചേരുന്നു എന്ന് നോക്കൂ. നിങ്ങളുടെ ജീവിതം ഭാഗ്യം കൊണ്ട് മെച്ചപ്പെടില്ല, മാറ്റം കൊണ്ട് മാത്രമേ മെച്ചപ്പെടൂ. നിങ്ങൾ ഞാൻ എന്നെഴുതൂ. എൻ്റെ പേരെഴുതൂ. നിങ്ങളുടെ പേരാണ് കേട്ടോ. ഞാൻ പേരെഴുതൂ. എന്നിട്ട് തുടങ്ങൂ. വിജയത്തിൻ്റെ ഫിനിഷിംഗ് ലൈനിൽ നമുക്ക് കാണാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക, ജീവിതം മാറ്റുക.